ഡാഡി ആണാ തന്നെ നീ ആരോട് ചോദിച്ചിട്ട് പോയടി? അമ്മ പറഞ്ഞു അമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ആണാ ഡാഡി ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഡാഡി ഇല്ലാന്ന് പറഞ്ഞു. ഡാഡി അങ്ങ് പുറപ്പെട്ടൊന്നും പോയില്ലല്ലോ. ഞാൻ ഇവിടുന്ന് രാവിലെ പോയല്ലേ. അതിനിപ്പോ ഞാൻ അമ്പിളിമാമന്റെ അടുത്ത് പോയാ. ഏത് കുമ്പിളിമാനോട് പോയാലും നീ എന്നോട് ചോദിച്ചിട്ട് പോണം. ഞാനാണ് നിന്റെ തന്ത കേട്ടോ. ഡാഡി ഇവിടെ ഇല്ലല്ലോ. ഡാഡി ഇല്ല കളിക്കരുത്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. നിന്റെ അടുത്ത് പറയാതെ പോയ തെറ്റ് തന്നെയാണ്. അതിന് നീ ഇത്രയും കിടന്ന് ചാടേണ്ട കാര്യം. ഞാൻ എന്റെ കൊച്ചിന്റെ കാര്യമാണ്. ഞാൻ കൊച്ചിന്റെ അടുത്താണ് ഞാൻ ചോദിക്കണത്. നിന്റെ അടുത്ത് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. അവൾ എന്റെ കൂടെ അല്ലേടാ വന്നത്. അല്ല നീ ആര്? നീ ഞങ്ങളെ ആര്? ഏട്ടാ എന്റെ കൊച്ചിനെ അങ്ങനെ കണ്ടടന്ന് ഇറങ്ങാൻ കൊണ്ടുപോകാനൊന്നും ഞാൻ ഇവിടെ ആയിരുന്നു അധികാരം കൊടുത്തിട്ടുമില്ല കേട്ടാ. തോന്നിയ ദിവസം കാണിക്കുന്നു. അവളെ പഠിച്ചൊരു നിലയിലെത്തേണ്ട കൊച്ചാ. അതിനെ കൊണ്ട് ഇങ്ങനെ കാഴ്ച വസ്തുവായിട്ട് കൊണ്ട് നടക്കാൻ എന്താടി ഇട്ടേക്കണേ? ചുണ്ടിൽ തേച്ചേക്കണ എന്തുവാടി? ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം. ഞാൻ എന്റെ കൊച്ചിനെ വളരെ മര്യാദയായിട്ടാണ് വളർത്തുന്നത്. നീ നിന്റെ പാശ്ചാത്യ സംസ്കാരമൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതിന്റെ ചുണ്ടിൽ അത് വെച്ച് ഞാൻ വാരി പിരുത്ത്. എന്താണ് തക്കളി? നിനക്ക് സമാധാനമായ ആൻസറില്ല. ആണ് എനിക്ക് ഭ്രാന്തടി. എന്താണ് സന്തോഷം? അവര് കൊണ്ടുപോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നതാണ്. അതായിരിക്കും വലിയ സന്തോഷം. ആ ജോലി ഉദ്ഘാടനത്തിന് നിങ്ങൾ വേണേ നിങ്ങൾ വെക്കോളാം. എന്താണ് എന്താണ് അവര് വാങ്ങിച്ചു തന്നാ? ആരെ അങ്ങോട്ട് കൊടുത്തേ. അത് ആരും വാങ്ങിച്ചതൊന്നും അല്ല പിന്നെ കേട്ടാ. പറയുന്ന കേക്ക് നാട്ടുകാരുടെ നറുക്കെടുത്തിട്ടാണ് ഉദ്ഘാടകൻ അവർ സെലക്ട് ചെയ്തത്. ആ നറുക്ക് വീണത് നമ്മുടെ തക്ലിമോൾക്കാ. അവളാണ് കട ഉദ്ഘാടനം ചെയ്തത്. അറിയോ? അവരവിടെ നിന്ന് പ്രസന്റ് ചെയ്താണ് ഇത്. അവൾ ഉദ്ഘാടനം ചെയ്തോണ്ട് സ്വർണ്ണ അത് ചേട്ടാ. എന്റെ മോള് നല്ല രാശിയുള്ള കൊച്ചി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് ഭാഗ്യം ഉണ്ടായത് ഉദ്ഘാടനം ചെയ്യാൻ. അത് അവരുടെ ഭാഗ്യമാണ് ജ്വല്ലറിക്കാരന്റെ. പിന്നെ എന്റെ കൊച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒരു കാര്യം, എന്റെ കൊച്ചൊക്കെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇങ്ങനെ നക്കാപ്പിച്ച ഒരു പവനും 2 പവനൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. കുറഞ്ഞത് ഒരു 5 പവനെങ്കിലും കൊടുക്കണം. അത്രയും മിടുക്കിയാണ് ഉള്ളത്. അല്ലാതെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി ഒരു മാതിരി നക്കാപ്പിച്ച ഈ മാലയും ഇത് വാങ്ങിച്ചോണ്ട് വന്നേക്കണം. നിനക്ക് എങ്ങനെയാ ഈ ഓന്തിന്റെ സ്വഭാവം പോലെ മാറാൻ പറ്റണം? എന്ത് നീ കുറച്ചു നേരത്തെ എന്തോന്ന് പറയാ? അയ്യോ എന്റെ കൊച്ചു ആരെന്നാണ് നീ വിചാരിച്ചിരിക്കണത്? എന്നെ പോലെ ഒരു പ്രമുഖന്റെ മോളാണ് അവള്. അവളങ്ങ് കൊണ്ടുപോയി ഒരു കട ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് അവരെന്തോ തണ്ടത് മാറ്റോണ്ട് വന്നേക്കുന്നു. നീ കുറച്ചു നേരത്തെ അല്ല നീ കുറച്ചു നേരത്തെ എന്തോന്ന് പറഞ്ഞു? എന്ത് ഇത്രയും നേരം എന്നോട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ഇത് കിട്ടിയപ്പോ സന്തോഷമായ? ഇതിപ്പോഴും കുറ്റം തന്നെ ഞാൻ പറയണേ. നീ കാണിച്ച ശരി. കയറി പോ.